പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ വനിതാ നാവികർക്ക് ഇന്ന് ഗോവൻ തീരത്ത് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകും. മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും തമിഴ്നാട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപയുമാണ് നാവിക സാഗർ പരിക്രമ എന്ന സാഹസിക ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നത്. കോഴിക്കോട് സ്വദേശിനിയായ ദിൽന റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ദേവദാസിന്റെയും റീജയുടെയും മകളും നാവികസേന കമാൻഡർ ധനേഷ് കുമാറിന്റെ ഭാര്യയുമാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ വനിതാ നാവികർ ഇന്ന് ഗോവൻ തീരമണയും. മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും തമിഴ്നാട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപയുമാണ് നാവിക സാഗർ പരിക്രമ എന്ന ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നത്. 8 മാസം നീണ്ട ദൗത്യത്തിനിടെ 40,000 കിലോമീറ്ററാണ് ഇവർ പിന്നിട്ടത്. ആർത്തലയ്ക്കുന്ന തിരമാലകളെയും കൊടും തണുപ്പിനെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ച ദൗത്യം പൂർത്തിയാക്കി ഗോവൻ തീരത്തെത്തുന്ന ഇവരെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലാണ് INS തരുണി എന്ന ബോട്ടിൽ ഇരുവരും യാത്ര പുറപ്പെട്ടത്. വനിതാ നാവിക സേനാംഗങ്ങളുടെ രണ്ടാമത്തെ ദൗത്യമാണിത്. 2017 ആദ്യ ദൗത്യത്തിൽ 6 പേർ ഉണ്ടായിരുന്നു. കോഴിക്കോട് സ്വദേശിനിയായ ദിൽന മലയാളിയായ അഭിലാഷ് ടോമിയുടെ ശിക്ഷണത്തിൽ 3 വർഷം നീണ്ട തയ്യാറെടുപ്പിനു ശേഷമാണ് ദൗത്യത്തിനായി പുറപ്പെട്ടത്. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ദേവദാസിന്റെയും റീജയുടെയും മകളും നാവികസേന കമാൻഡർ ധനേഷ് കുമാറിന്റെ ഭാര്യയുമാണ് ദിൽന. കേരളത്തിനു വേണ്ടി ഷൂട്ടിംഗ് മത്സരങ്ങളിലും അണ്ടർ-19 ക്രിക്കറ്റിലും കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ദിൽന. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്.